ഒട്ടനവധി വൈവിധ്യങ്ങളും സംസ്കാരങ്ങളും നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 145 കോടിയിലധികം ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യ 1000 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൊബൈലും ഇന്റർനെറ്റും ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന നമ്മൾക്ക് ഒരുപക്ഷെ അന്നത്തെ കാലത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞേക്കില്ല. ഏതായാലും 1000 വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇന്ന് നമ്മുടെ ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ്. ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. എന്നാൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയേക്കാൾ വലിയ ഒരു സാംസ്കാരിക മേഖലയായിരുന്നു. എങ്കിലും അന്ന് ഇന്ത്യ രാഷ്ട്രീയപരമായി ഒരൊറ്റ ഭരണത്തിന് കീഴിലായിരുന്നില്ല. പകരം ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ 1000 വർഷത്തിനിടെ ഇന്ത്യക്ക് നിരവധി വിഭജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് ഇപ്പോൾ സ്വന്തം രാജ്യങ്ങളായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഇവയെല്ലാം സാംസ്കാരികപരമായും മതപരമായും വ്യാപാരപരമായും ബന്ധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിസ്തൃതിയിൽ വളരെ വലുതായിരുന്നത് കൊണ്ടായിരിക്കണം മഹമ്മൂദ് ഗസ്നി പോലെയുള്ള ഭരണാധികാരികൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചത്. ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വേട്ടയാടിയതും അതുകൊണ്ട് തന്നെയാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഏകീകൃതമായ ഒരു ഇന്ത്യ അല്ലെങ്കിലും അന്നത്തെ കാലത്തെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 70 മുതൽ 100 ദശലക്ഷം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. സത്യത്തിൽ അക്കാലത്ത് അത് വളരെ വലിയൊരു ജനസംഖ്യയായിരുന്നു. ഇന്ത്യ, ചൈന, യൂറോപ്പൊക്കെയായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂപ്രദേശങ്ങൾ. ആ കാലത്ത് ഇന്ത്യൻ ജനങ്ങളുടെ ജീവിത രീതി വളരെ ലളിതമായിരുന്നു. ഒരു സാധാരണ ഇന്ത്യക്കാരൻ തൻ്റെ ജീവിതകാലത്ത് മുഴുവനായി ഏകദേശം 150 മുതൽ 200 കിലോമീറ്റർ മാത്രമായിരുന്നു അത്രേ സഞ്ചരിച്ചിരുന്നത്. ഇതിനുള്ള പ്രധാന കാരണം അന്നത്തെ പ്രധാന യാത്രാമാർഗം കുതിരകളോ കാളവണ്ടികളോ ആയിരുന്നു എന്നതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാർഗങ്ങളിലൂടെയും വളരെ ദൂരം യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തെ കാരണം അവരുടെ ആവശ്യങ്ങളായിരുന്നു. പുരാതന ഇന്ത്യയിൽ കൃഷിയായിരുന്നു പ്രധാന വരുമാന മാർഗം. കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സമീപത്ത് തന്നെ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ദൂരയാത്ര ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ സമയത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ നിലനിന്നിരുന്നു. ആ സമയത്ത് മുഴുവൻ പ്രദേശത്തെയും ഒന്നിപ്പിക്കാൻ ഒരു ശക്തനായ ഭരണാധികാരി ഉണ്ടായിരുന്നില്ല. ചോളന്മാർ, രാഷ്ട്രകൂടർ, ചാലൂക്യർ, പ്രതിഹാരർ തുടങ്ങിയ പ്രാദേശിക രാജ്യങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിലും അവർ പരസ്പരം പോരാടുകയാണ് ചെയ്തിരുന്നത്. ഈ ഭിന്നത മഹമ്മൂദ് ഗസ്നി പോലുള്ള ഭരണാധികാരികളെ അഫ്ഗാനിസ്ഥാനിലൂടെ വടക്കേ ഇന്ത്യ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചു. പിന്നീട് 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് 1192 CE മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി അധികാരമേറ്റു. ഇത് വടക്കേ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. എങ്കിലും ചോളന്മാരെയും വിജയനഗരത്തെയും പോലെയുള്ള ഹിന്ദു രാജ്യങ്ങൾ മറ്റു പ്രദേശങ്ങളിൽ വളർന്നുകൊണ്ടിരുന്നു. പിന്നീടാണ് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിച്ചു. എങ്കിലും ഹിന്ദു ഭരണങ്ങളും മറ്റ് പാരമ്പര്യങ്ങളും അതിനോടൊപ്പം നിലനിന്നു. സത്യത്തിൽ ഇന്ത്യയുടെ വടക്കൻ പ്രദേശം സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം അവിടുത്തെ ഭൂമി വളരെ ഫലഭൂയിഷ്ടമായിരുന്നു. അതേസമയം ഇത് ഇന്ത്യയെ ചൈന, യൂറോപ്പ്, റഷ്യ, മധ്യേഷ്യ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശം കൂടെയായിരുന്നു. അതിനാൽ തന്നെ മിക്ക ഭരണാധികാരികളുടെയും സ്വപ്നം ഡൽഹി ഭരിക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം ഡൽഹി രാജ്യത്തിൻ്റെ കേന്ദ്രവും വ്യാപാരത്തിൻ്റെ കേന്ദ്രവുമായിരുന്നു. പുരാതന കാലത്തെ ഇന്ത്യ ഗോൾഡൻ ബേർഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 1000 CE ഇന്ത്യക്ക് സാമ്പത്തികമായി വളരെ സമൃദ്ധമായ കാലഘട്ടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ GDP-യിൽ ഇന്ത്യയേക്കാൾ മുൻപിലാണ് ചൈന എന്ന് നമുക്കറിയാം. എന്നാൽ ആ കാലത്ത് ലോകത്തിലെ സാമ്പത്തിക ഉൽപാദനത്തിൻ്റെ ഏകദേശം 28 മുതൽ 33% ഇന്ത്യയിൽ നിന്നായിരുന്നു. അതായത് ആ കാലത്ത് നമ്മൾ ചൈനയേക്കാൾ വലിയ സാമ്പത്തിക ശക്തികളായിരുന്നു. ഇന്ത്യ വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കയറ്റുമതി ചെയ്യുന്നതിൽ പ്രശസ്തമായിരുന്നു. പ്രത്യേകിച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഇന്ത്യ വളരെ പ്രസിദ്ധമായിരുന്നു. എല്ലാത്തരം സുഗന്ധവ്യഞ്ജനങ്ങളും ഇന്ത്യയിൽ ലഭ്യമായിരുന്നു. സത്യത്തിൽ പുരാതന കാലം മുതൽ ഇന്ത്യക്കാർ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇനി ആ കാലത്തെ ജനജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ
അന്നത്തെ ആളുകൾക്ക് ഗ്രാമീണ ജീവിതമായിരുന്നത്രേ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 10% മാത്രമാണ് നഗരങ്ങളിൽ താമസിച്ചിരുന്നത്. ബാക്കി 90% ഗ്രാമങ്ങളിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. ഗ്രാമങ്ങളിലെ ജീവിത രീതി വളരെ ലളിതമായിരുന്നു. ഭൂരിഭാഗം ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് എന്ന് മുൻപ് സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാമത്തിലും വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായിരുന്നു. പ്രകൃതിദത്തമായ കുളങ്ങളോ നദികളോ ഉള്ള ഗ്രാമങ്ങളിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ അതില്ലാത്ത ഗ്രാമങ്ങളിൽ മഴവെള്ളം ശേഖരിക്കാൻ വലിയ കുളങ്ങൾ കുഴിച്ചിരുന്നു. വയലുകളിൽ നനയ്ക്കാൻ കർഷകർ പ്രധാനമായും മഴവെള്ളത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഓരോ ഗ്രാമത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രമില്ലാത്ത ഗ്രാമം ഉണ്ടാവാൻ സാധ്യതയില്ല. ഗ്രാമത്തിൽ ഒരു പൊതുക്ഷേത്രത്തിന് പുറമെ ഒരു ഗ്രാമദേവതയുടെ ക്ഷേത്രവും ഉണ്ടായിരുന്നു. അത് ഗ്രാമത്തിൻ്റെ ദേവതയാണെന്ന് ആളുകൾ വിശ്വസിച്ചു. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപേ ആ ക്ഷേത്രത്തിൽ പോയി അവർ ആരാധന കർമ്മങ്ങൾ നടത്തിയിരുന്നു അത്രേ. 1000 വർഷങ്ങൾക്ക് മുൻപുള്ള മാർക്കറ്റുകളിൽ കൂടുതലായും വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പെർഫ്യൂംസ്, ആരാധന സാമഗ്രികൾ എന്നിവയായിരുന്നു വിറ്റിരുന്നത്. കൂടാതെ ആ കാലഘട്ടത്തിലും കറൻസി പ്രചാരത്തിലുണ്ടായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? സാധനങ്ങൾ വാങ്ങുന്നതിന് പകരമായി ആളുകൾ കറൻസി നൽകുമായിരുന്നു. എന്നാൽ കറൻസി ഇല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്നായിരുന്നില്ല. കറൻസിക്ക് പകരമായി മറ്റെന്തെങ്കിലും നൽകിയും സാധനങ്ങൾ വാങ്ങാമായിരുന്നു. ഉദാഹരണത്തിന് വസ്ത്രങ്ങൾക്ക് പകരമായി ഗോതമ്പ് നൽകിയും പഴങ്ങൾക്ക് പകരമായി അരി നൽകിയും ആളുകൾ സാധനങ്ങൾ വാങ്ങിയിരുന്നു. കൂടാതെ ആ കാലഘട്ടത്തിൽ നീതിന്യായ വ്യവസ്ഥ പഞ്ചിയുടെ കൈകളിലായിരുന്നു. ഓരോ ഗ്രാമവും ഏതെങ്കിലും രാജാവിൻ്റെ കീഴിലായിരുന്നുവെങ്കിലും ഗ്രാമത്തിലെ എല്ലാ പ്രശ്നങ്ങളും രാജാവിൻ്റെ അടുത്ത് എത്തില്ലായിരുന്നു. പല പ്രശ്നങ്ങളുടെയും പരിഹാരം ഗ്രാമത്തിൽ തന്നെ നടപ്പിലാക്കുമായിരുന്നു. അത് പഞ്ചയാണ് ചെയ്തിരുന്നത്. പഞ്ച എന്ന് പറയുന്നത് സാധാരണയായി ഗ്രാമത്തിൽ സ്വാധീനമുള്ള ആളുകളെയായിരുന്നു. കൂടാതെ പരമ്പരാഗത തൊഴിലായിരുന്നു അന്നത്തെ ജനത പിന്തുടർന്നിരുന്നത്. അതായത് കുടുംബത്തിലെ അച്ഛൻ ഒരു ക്രാഫ്റ്റ്മാൻ ആണെങ്കിൽ അയാൾ തൻ്റെ കുട്ടിയെയും ആ ക്രാഫ്റ്റ് പഠിപ്പിക്കും. ഒരാൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ അയാൾ തൻ്റെ കുട്ടിയെയും അതേ ജോലി പഠിപ്പിക്കും. ഇതായിരുന്നു അന്നത്തെ സമ്പ്രദായം. ഇന്നും ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് അത് വളരെ കൂടുതലായിരുന്നു. ഇതിനു പുറമെ ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുലങ്ങളിലൂടെയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ പഠിക്കാനും അറിവ് നേടാനും കുട്ടികൾ ഗുരുകുലങ്ങളിലേക്ക് വരുമായിരുന്നു. ഇത്തരം കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ദൂരദേശങ്ങളിൽ നിന്നും വന്നിരുന്നു അത്രേ. കൂടാതെ ഇന്നത്തെ പോലെ തന്നെ ആ കാലഘട്ടത്തിലും വിവാഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമായിരുന്നു. അത് അത്രയും ആഘോഷത്തോടെയാണ് നടന്നിരുന്നത്. പല സമുദായങ്ങളിലും ഒരേ ഗ്രാമത്തിലും ഒരേ ഗോത്രത്തിലും വിവാഹം നടത്തിക്കൊടുക്കില്ല എന്നൊരു ആചാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരുടെയും വിവാഹം മറ്റൊരു ഗ്രാമത്തിലും മറ്റൊരു ഗോത്രത്തിലുമായി നടന്നിരുന്നത്. പുറമെ ഇന്നത്തെ പോലെ 1-2 ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് മുൻപത്തെ വിവാഹങ്ങൾ 7 മുതൽ 10 ദിവസം വരെ നീണ്ടു നിന്നിരുന്നു അത്രേ. വരന്റെ വീട്ടുകാരുടെ വരവും അവരെ സ്വീകരിക്കുന്നതും 4-5 ദിവസം എടുക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു രാജ്യമാണ് പിന്നീട് പല യുദ്ധങ്ങൾക്കും വിഭജനങ്ങൾക്കും സാക്ഷിയായി ഇന്നത്തെ രാജ്യമായി മാറിയത്. ഇനി 5000 വർഷങ്ങൾക്ക് മുൻപുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ ഇന്ത്യ എങ്ങനെ ഇന്നത്തെ ഇന്ത്യയായി മാറി എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആവശ്യമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.